വീടിന്റെ ഹാളിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന 13 വയസ്സുകാരനായ സ്വന്തം അനുജൻ അഫ്സാൻ. മുറിക്കുള്ളിൽ തല തകർന്നു കിടക്കുന്ന അവസ്ഥയിൽ അവന്റെ ഉമ്മ ഷമീല. വീടിന്റെ മുകളിലത്തെ നിലയിൽ രക്തത്തിൽ കുളിച്ച് കസേരയിലിരിക്കുന്ന അവന്റെ കാമുകി ഫർസാന. നാടിനെ മുഴുവൻ ഭീതിയിലും ഒരുതരം മരവിപ്പിലും നടുക്കിയ വെഞ്ഞാറമൂട് കൊലക്കേസ്. ഒരു നാൾ ഒരിടത്തൊരിടത്ത്. അഞ്ചു പേരെ കൊന്നുതള്ളുകയും ഒരാൾ തീവ്ര വിഭാഗത്തിൽ ആശുപത്രിയിൽ കഴിയുകയും ചെയ്ത ഈ വെഞ്ഞാറമൂട് കൊലക്കേസ് സാക്ഷികൾ ആരുമില്ല. എന്നാൽ സ്വന്തം അനുജനെയും പ്രണയിനെയും ഇല്ലാതാക്കിയത് അവർക്ക് ജീവിതത്തിൽ ഇനി അങ്ങോട്ട് വന്നു ഭവിക്കാൻ പോകുന്ന നാശത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുന്നതിനായിട്ട് നടത്തിയ കൊലപാതകങ്ങളാണ് എന്ന രീതിയിലാണ് പ്രതിയുടെ മൊഴികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു സൈക്കിക് വൈബ്രേഷനാണ് പ്രതി അഫാനിൽ നമുക്ക് കാണാൻ കഴിയുക. വെഞ്ഞാറമൂട് കൊലക്കേസ് പ്രതി അഫാൻ കൊലയ്ക്ക് കാരണമായ ന്യായങ്ങൾ പോലീസിനോടും അന്വേഷണ ഏജൻസിയോടും പറഞ്ഞപ്പോൾ അവർ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. സ്വയം കൽപ്പിച്ചെടുത്ത അടിസ്ഥാനമില്ലാത്ത ഒരു 100 കാരണങ്ങളാണ് ഏവരെയും ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊല്ലാൻ ഇയാളെ പ്രേരിപ്പിച്ചത്. കൃത്യം നടന്ന രാവിലെ തിങ്കളാഴ്ച ഇയാൾ തന്റെ ഉമ്മയോട് 2000 രൂപ കടം ചോദിക്കുന്നു. ചോദിച്ചിട്ട് കിട്ടാത്ത ദേഷ്യം പകയായി മാറുന്നു. അതിനാൽ സ്വന്തം ഉമ്മയെ ഷാൾ കൊണ്ട് കഴുത്തിൽ കുരുക്കി നിലത്തടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. ചോര വാർന്നൊഴുകിയ ഷമീന മരിച്ചു എന്ന് കരുതി വാതിൽ പൂട്ടി അഫാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആ സമയം അഫാന്റെ പിതൃ സഹോദരൻ ലത്തീഫിന്റെ കോൾ ഇയാൾക്ക് വരുന്നു. നിന്റെ ഉമ്മയെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നില്ല, എവിടെ പോയി? ഉമ്മ വീട്ടിലുണ്ട് എന്നും എന്തെങ്കിലും തിരക്കിലായിരിക്കുമെന്നും ഒക്കെ ഇയാൾ വളരെ ശാന്തനായി ആ കൊലയ്ക്ക് ശേഷം അയാൾ ഉത്തരം പറഞ്ഞു. ശേഷം ആദ്യ യാത്ര വെഞ്ഞാറമൂട്ടിലേക്ക് പോയ ഇയാൾ പണം ഒപ്പിക്കാനും ആയുധം വാങ്ങാനുമായിരുന്നു ആ യാത്രയുടെ ലക്ഷ്യം. ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും 1400 രൂപ വാങ്ങി ആ പണം വാങ്ങി ചുറ്റുകയും അത് കൊണ്ടുപോകാനുള്ള ഒരു ബാഗും ശേഷം 200 രൂപയ്ക്ക് ബൈക്കിന് പെട്രോൾ പണിക്കുന്നു. ശേഷം യാത്ര പാങ്ങോട്ടേക്ക്. ഇനിയുള്ള ലക്ഷ്യം തന്റെ മുത്തശ്ശിയാണ്. വലിയുമ്മയോട് സ്വർണം പണയം വെക്കാൻ തരാൻ ചോദിക്കുന്നു. അത് നൽകാൻ മുത്തശ്ശി തയ്യാറാകുന്നില്ല. ആ വൃദ്ധയെ 5 മിനിറ്റിനുള്ളിൽ ചുറ്റിയെ കൊണ്ട് തലക്കടിച്ച് തകർത്ത് നിഷ്കരണം കൊന്നുകളയുന്നു. ശേഷം അവരുടെ പക്കൽ നിന്നും സ്വർണമാല മോഷ്ടിച്ച് വെഞ്ഞാറമൂട് തന്നെയുള്ള ഒരു ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച് 74,000 രൂപ ഇയാൾ വാങ്ങുന്നു. അതിൽ നിന്നും 40,000 രൂപ മുൻപ് ഇയാൾ കടം വാങ്ങിയ 4 പേരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കുന്നു. പിന്നീടുള്ള യാത്ര ചുള്ളാളത്തേക്ക്. ഇനി ഇയാളുടെ ലക്ഷ്യം അച്ഛന്റെ സഹോദരനായ ലത്തീഫും അദ്ദേഹത്തിന്റെ ഭാര്യയും. കടത്തിന്റെയും പ്രണയത്തിന്റെയും ദൂർത്തടിച്ചുള്ള അഫാന്റെ ഈ ജീവിതത്തിന്റെയും പേരിൽ ലത്തീഫ് അഫാനെ ശകാരിക്കുമായിരുന്നു. ഫർസാന എന്ന പെൺകുട്ടിയുമായുള്ള ബന്ധത്തെ കുറിച്ച് സംസാരിക്കാനായി ലത്തീഫ് മുൻപ് വീട്ടിൽ വന്നു പലതും പറഞ്ഞ് അഫാനെ പരിഹസിക്കുകയും ചെയ്തത് ആ പക വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുള്ള നീ എങ്ങനെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ജീവിക്കുമെന്നോ ആര് നിങ്ങൾക്ക് ജീവിക്കാൻ വക നൽകുമെന്നുമല്ല ലത്തീഫ് ചോദിച്ചത് അഫാനെ ചുടിപ്പിച്ചുകൊണ്ടേയിരുന്നു. തന്നെയും ഫർസാനെയും വിവാഹത്തിന് ശേഷം സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടത് ഉപ്പയുടെ ചേട്ടനായ ലത്തീഫ് അല്ലേ എന്നതാണ് അഫാന്റെ സംശയം. വീട്ടിലെത്തിയ അഫാന് ചായ എടുക്കാൻ അടുക്കളയിൽ പോയ തന്റെ മാമിയെ പുറകിൽ ചെന്ന് ചുറ്റിയെ കൊണ്ട് തല കഴിച്ചു. ശേഷം ലത്തീഫിനെയും മാരകമായി ആ ചുറ്റിയെ കൊണ്ട് പിന്നീട് ഇയാൾ പോയത് സ്വന്തം വീട്ടിലേക്ക്. വീട്ടിൽ പോയി ഇയാൾ ഊണുമേശയിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. ശേഷം മുറിക്കുള്ളിൽ കിടക്കുന്ന തന്റെ ഉമ്മയ്ക്ക് ജീവൻ ബാക്കിയുണ്ടെന്ന് അറിയുന്നു. കയ്യിലുണ്ടായിരുന്ന ചുറ്റിക വീണ്ടും എടുത്ത് ഉമ്മയുടെ തലയിലേക്ക് അയാൾ 3 തവണ ആഞ്ഞടിക്കുന്നു. ശേഷം ഇയാൾ വെഞ്ഞാറമൂട്ടിലുള്ള ഒരു ബാറിലേക്ക് പോകുന്നു. 5 പെഗ് മദ്യം ഇയാൾ ആ ബാറിൽ നിന്നും വാങ്ങിക്കഴിച്ചു. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ തന്റെ കാമുകിയായ ഫർസാനയെ ഒരു വലിയ കാര്യം തനിക്ക് പറയാനുണ്ടെന്നും അതിനാൽ പെട്ടെന്ന് നീ വീട്ടിലേക്ക് വരണമെന്നും പറഞ്ഞ് വിളിച്ചു വരുന്നു. ശേഷം
ബാറിൽ നിന്നും ഇത് കൂടാതെ ഒരു ബോട്ടിൽ പാഴ്സൽ കൂടി വാങ്ങുന്നു. പിന്നെ പോയി അടുത്തുള്ള കടയിൽ നിന്നും എലിവിഷം വാങ്ങി കയ്യിൽ വെക്കുന്നു. പ്രണയത്തിന്റെ പേരിൽ ഫർസാനയെ തന്റെ മരണശേഷവും ആളുകൾ കുറ്റപ്പെടുത്തുകയും അവളെ തനിച്ചാക്കുകയും ചെയ്യുമെന്ന കാരണത്തിലാണ് സ്നേഹിച്ച പെൺകുട്ടിയെ വിളിച്ചു വരുത്തി തലയോട്ടി തകർത്ത് കൊന്നുകളഞ്ഞതെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞു. വിചിത്രമായത് തന്നെ, സമയം 4 മണിയായതിനാൽ അനുജൻ അഫ്സാൻ സ്കൂൾ വിട്ട് വീട്ടിൽ വരുന്ന സമയം. അതുകൊണ്ട് ഫർസാനയെ വീട്ടിൽ കൊണ്ടുചെന്ന് കൊല്ലാൻ ബുദ്ധിമുട്ടായതിനാൽ അനുജനെ ഫോണിൽ ബന്ധപ്പെട്ട് കുഴിമന്തി വാങ്ങി വരാൻ പറയുന്നു. അതിനുവേണ്ടി ഈ പ്രതി തന്നെ ഓട്ടോറിക്ഷ വിളിച്ച് അനുജന് നൽകുന്നു. അത് ഒരു റെസ്റ്റോറന്റിലേക്ക് അനുജനെ കൊണ്ടുപോകുന്നു. ശേഷം ഫർസാനയെ തന്റെ വീടിന്റെ 1ാം നിലയിലെ ഹാളിൽ ഒരു കസേരയിലിരുത്തി പിന്നിൽ കൂടി വന്ന് തലയിൽ ചുറ്റിയെ കൊണ്ട് 3 തവണ അടിച്ചു തകർക്കുന്നു. ശേഷം എലിവിഷം വെള്ളത്തിൽ കലക്കി അഫാൻ കുടിക്കുന്നു. അപ്പോഴേക്കും അനുജൻ കുഴിമന്തിയുമായി വീട്ടിലെത്തുന്നു. വീട് തുറന്നു കൊടുത്ത് അകത്തെത്തിയ അഫാനെ ദയയുടെ ചില്ലി തരിവ് പോലുമില്ലാതെ തല കെടിച്ചു കൊല്ലുന്നു. താൻ മരിച്ചാൽ അല്ലെങ്കിൽ ഈ നടത്തിയ കൊലപാതകങ്ങൾക്ക് ശേഷം താൻ ജയിലിൽ പോയാൽ അനുജനെ പിന്നെ ആര് സംരക്ഷിക്കും? അതിനാലാണ് ആ കുഞ്ഞനുജനെയും ഞാൻ കൊന്നുകളഞ്ഞത് എന്ന് അവൻ പോലീസിനോട് പറഞ്ഞു. ഏകദേശം 100 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ച ഈ പ്രതി 6 പേരെ അതിഭീകരമായി ആക്രമിക്കുകയും അതിൽ 5 പേർ ഇപ്പോൾ തന്നെ മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇത്രയും ദൂരം സഞ്ചരിച്ച് പല സ്ഥലങ്ങളിലായി ഇത്രയും പേരെ കൊലപ്പെടുത്തിയ സംഭവം കേരളത്തിലെ ക്രിമിനൽ കേസ് ഡയറികളിൽ ആദ്യമായാണ്. ശരിക്കും അയാൾ മാനസിക നില തെറ്റിയ ഒരു യുവാവാണോ, അതോ അയാൾ ആ സൈക്കിക് വൈബ്രേഷൻ എത്തിയതിന് മറ്റെന്തെങ്കിലും സിന്തറ്റിക് രാസലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലമുണ്ടായ പാർശ്വഫലങ്ങളുടെ നേർച്ചെത്തമോ? ഒന്ന് മനസ്സിലാക്കുക, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിതമാണ് ഏറ്റവും വലിയ ലഹരി. അതിനോളം മറ്റൊരു വേറെ ലഹരിയില്ല. ജീവിതമാണ് ഏറ്റവും വലിയ ലഹരി.